ഹായ് ഫ്രണ്ട്സ്, ശ്രീലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് നെല്ലിക്ക അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ച നെല്ലിക്ക ഞാനിവിടെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഒന്നിട്ട് കൊടുക്കുക. അതിനുശേഷം ഉലുവ ഇടാം. ഇനി ഇതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10ഓളം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അച്ചാറിന് കറി അധികം വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഇളക്കുക. ഇനി അച്ചാർ കുറച്ചധികം നാളിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 സ്പൂൺ വിനാഗിരി കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വിനാഗിരി ഒഴിക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇനി ഇതിലേക്ക് ഇടേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. അതുകൂടി ഇതിലേക്ക് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അധിക നേരം നമുക്കിത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇത് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുക. കുറച്ച് ദിവസം ഇരിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്.